ഞാനിവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെറുപ്പത്തിൽ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അടുത്തൊരു ധ്യാനത്തിലൂടെ ദിവികാരൻ്റെ കൗൺസിലിങ്ങിൽ എനിക്കിത് വീണ്ടും വെളിപ്പെടുത്തപ്പെട്ടു. ആ അനുഭവം ഞാനിവിടെ വെളിപ്പെടുത്തുന്നു. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ അമ്മയെ സഹായിക്കാനായിട്ട് വീടിൻ്റെ ടെറസിൻ്റെ മുകളിലേക്ക് കയറുന്ന വഴി കാല് തെന്നി താഴേക്ക് വീഴുകയും ഷോൾഡറിൻ്റെ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് വീഴുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഫുള്ള് നീര് വന്നിരിക്കുകയായിരുന്നു. അങ്ങനെ എൻ്റെ അമ്മ ആശുപത്രിയിലേക്ക് എന്നെ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, എൻ്റെ ഷോൾഡറിൻ്റെ എല്ല് പൊട്ടിയിട്ടുണ്ട്, എനിക്കൊരു ഓപ്പറേഷൻ വേണ്ടി വരും. അതുമാത്രമല്ല, എൻ്റെ വളർച്ച ചെറുപ്പത്തിലായിരുന്ന അവസ്ഥയിൽ തന്നെ ആയിരിക്കും, പിന്നെ വളരാൻ ചാൻസ് കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മാസം റെസ്റ്റ് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിലൊരു മാസം റെസ്റ്റിലായിരിക്കുന്ന സമയത്ത്, മാസത്തിൻ്റെ അവസാന ഭാഗത്തായിട്ടിട്ടുണ്ട്, ആ സമയത്ത് ഞാൻ കിടക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ കൈ, അതായത് എനിക്ക് ഷോൾഡറിൽ എല്ല് പൊട്ടിയത് കാരണം എനിക്ക് കൈ പാടെ അനക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഒരു വിരൽ പോലും എനിക്ക് അനക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ കൈ തന്നേക്ക് പൊങ്ങുകയും രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ കൈ ആവുകയും ചെയ്തു. അത് കഴിഞ്ഞ് കൈ പഴയ പോലെ താഴേക്ക് വന്നു. വീണ്ടും ഞാൻ കൈ പൊന്തിക്കാൻ നോക്കിയപ്പോൾ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഡോക്ടറെ കാണാൻ പോവുകയും ഡോക്ടർ സ്കാനിങ് ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ ഷോൾഡറിൻ്റെ എല്ല് പൊട്ടിയതായിട്ട് വീണ്ടും കാണുന്നില്ല. അത് പൂർണ്ണമായി സുഖപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഞാനപ്പോൾ ഇത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ വീണ്ടും ഇവിടെ ഒരു ഗാഗുൽത്തായിൽ പരിശുദ്ധാത്മാവിൻ്റെ ധ്യാനത്തിന് വരികയും അവിടെ ദിവികാരൻ്റെ കൗൺസിലിങ്ങിൽ അവിടെ കൗൺസിലിനെ വെളിപ്പെടുത്തുകയും ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വീഴുന്ന സമയത്ത് മാധവൻ്റെ മടിയിൽ എന്നെ കെടുത്തി എൻ്റെ തലയാണ് ശരിക്കും അവിടെ ഇടിക്കേണ്ടിയിരുന്നത്. അതെൻ്റെ ഷോൾഡർ ആക്കി മാധവ് മാറ്റി. അതേപോലെ ഈശോ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതേപോലെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളറിയാതെ തന്നെ നമുക്കുണ്ടാവുന്ന കാര്യങ്ങൾ, നമ്മുടെ കർത്താവ് എപ്പോഴും നമ്മുടെ മുമ്പിൽ നടക്കുന്നുണ്ട്. നമ്മളറിയാതെ തന്നെ നമുക്ക് വരുന്ന അപകടങ്ങൾ എപ്പോഴും മാറ്റുന്നുണ്ട്. പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. കർത്താവിനെ കൂടുതൽ അടുത്തറിയുകയും കർത്താവിനെ അനുഭവിക്കുകയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നമുക്കുണ്ടാവും.